നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടാറുണ്ടോ? ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നിങ്ങൾ അറിയാതെ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇനി ഒരിക്കലും തന്നെ നിങ്ങളുടെ മൊബൈൽ മറ്റൊരാളും ഉപയോഗിക്കില്ല. അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു സൈറൻ അടിച്ചിട്ട് നിങ്ങളെ അറിയിച്ചു തരും. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആളുടെ ഫോട്ടോ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യും. വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ട് വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇനി പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നില്ല എങ്കിൽ ഫാറ്റ ടെക്കിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ ഇതേ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ ലിങ്കോ മറ്റുള്ള കാര്യങ്ങളോ ഇപ്പോൾ കൊടുക്കാൻ അനുവദനീയമല്ല. അതുകൊണ്ടാണ് യൂട്യൂബ് ചാനലിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്കുകൾ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നേരെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇവിടെ ക്ലോസ് എന്ന ഭാഗം നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഇവിടെ 3 ഓപ്ഷനുകൾ മുകളിൽ കാണാൻ സാധിക്കും. അതിൽ സെറ്റിംഗ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അത് ഇംഗ്ലീഷ് തന്നെ കിടന്നോട്ടെ. ഇവിടെ പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 41 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിലേ എന്ന ഭാഗത്ത് 0 തന്നെ കിടന്നോട്ടെ. നമ്പർ ഓഫ് അൺലോക്ക് അറ്റംപ്റ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് 1 സെലക്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ടിവേറ്റ് അലാറം ട്യൂൺ എന്ന ഭാഗം ഓണിലാണോ നോക്കുക. തൊട്ട് താഴെ ടേക്ക് പിക്ചർ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ ഒരു ടോഗിൾ നിങ്ങൾ ഓപ്പണിൽ വെക്കുക. ഇത്രയും നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ അലാറം എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അലാറം ഒന്നും നമുക്ക് വന്നിട്ടില്ല. ഇനി ആക്ടിവേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആക്ടിവേറ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്യാണ്. മൊബൈൽ ലോക്ക് ചെയ്തു. ഇനി ലോക്ക് തുറക്കാൻ വേണ്ടി ഇപ്പോൾ ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ തെറ്റായ ഒരു പാസ്വേഡ്, തെറ്റായ ഒരു പിൻകോഡാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ തെറ്റായ ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. ഉടനെ തന്നെ ഇവിടെ ഭയങ്കര സൗണ്ടോട് കൂടി ഒരു സൈറൻ അടിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ സാധിക്കും. ഇനി ശരിയായ ആ ഒരു പിൻ നമ്പർ കൊടുത്ത് ഓക്കെ കൊടുത്താലല്ലാതെ ഇത് സ്റ്റോപ്പ് ആകുകയില്ല. ഓക്കെ, ആ സമയത്ത് തന്നെ നിങ്ങളുടെ ആ ഒരു പിക്ചറും കൂടി ഇവിടെ എടുത്തിട്ടുണ്ടാകും നിങ്ങൾ അറിയാതെ. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ കൊടുത്ത ആ ഒരു പിൻ നമ്പർ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ടാകും. ഇവിടെ അലാറം എന്ന ഭാഗത്ത് ഇവിടെ ആ ഒരു പിക്ചറും അതുപോലെ തന്നെ ആ അലാറം വന്നതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പിക്ചർ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നേരെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ പിക്ചർ ഇവിടെ ഗാലറിയിൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പോൾ എൻ്റെ മൊബൈൽ പിക്ചർ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫേസ് അവിടെ നിന്ന് മാറ്റിയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എല്ലാ മൊബൈലിലും ഈ ഒരു പിക്ചർ എടുക്കുന്ന ആ ഒരു പരിപാടി വർക്കായിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷേ അലാറം എന്തായാലും അടിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.